ഇന്നലെ നമുക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഫൈനൽ ദിവസമായിരുന്നു. ഫൈനൽ ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ സീസണിലെ കളിക്ക് ആൾ കുറവായിരുന്നു. ഓഡിയൻസ് വളരെ കുറഞ്ഞ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഫൈനലിൽ നമ്മൾ നല്ല ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന ദിവസമാണ്. അപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് അഡ്വാൻസ് ചെയ്ത് കുറച്ച് പേര് നമ്മുടെ ഗാലറിയിൽ, ചെറിയ ഷോർട്ടായിട്ടുള്ള ഒരു ഗാലറിയാണ്, മെയിൻ ഗാലറി അല്ല, ആ ഗാലറിയിൽ എന്ന് പറഞ്ഞൊരു 300 പേരിൽ താഴെയാണ് അതിൻ്റെ തൊട്ട് മാക്സിമം ആൾ കയറിയാലും കയറുള്ളൂ. അതിലൊരു 150 ആളിൽ കൂടുതൽ കയറിയിട്ടുമില്ല. അങ്ങനെ നിൽക്കുന്ന ഗാലറി പെട്ടെന്നൊരു സൈഡിലോട്ട് ചാഞ്ഞ് ഇരിക്കുകയുണ്ടായത്. അതിൽ വലിയൊരു അപകടം ഉണ്ടാവേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ കാവലുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. വലിയൊരു അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ദൈവത്തിനോട് നന്ദി പറയുകയാണ്. പിന്നെ നമ്മളപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ, ക്ലബിൻ്റെ 200 മെമ്പേഴ്സ് ഉണ്ട്, അവരെല്ലാം ട്രെയിനറാണ്, പല റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുക്കുന്നവരാണ്. അവർ കൃത്യമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തി ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരു 33 പേരോളം ബസോലീസ് ഹോസ്പിറ്റലാണ് ഫസ്റ്റ് ടൈം എത്തിച്ചത്. അവിടെ നിന്ന് എന്തെങ്കിലും കൂടുതൽ പരിക്കുണ്ടെന്ന് തോന്നിയവർ രാജഗിരി ഹോസ്പിറ്റലിലേക്കും അവർ മറ്റേ ബൈസ്റ്റാൻഡറൊക്കെ ഓടിയെത്തിയവരൊക്കെ പറഞ്ഞ് അവരുടെ തീരുമാനപ്രകാരം നമ്മൾ മറ്റ് പല ഹോസ്പിറ്റലിലേക്കൊക്കെ മാറ്റുകയുണ്ടായി. ആ ഹോസ്പിറ്റലിൽ വിദഗ്ധ ചെക്കപ്പൊക്കെ നടത്തി എല്ലാവരും തന്നെ പ്രാഥമിക ചികിത്സ നേടി പോവുകയാണ് ഉണ്ടായത്. അതിലിപ്പോൾ 4 ഹോസ്പിറ്റലായിട്ടാണ് അഡ്മിറ്റ് ഉള്ളത്. 2 പേര് രാജഗിരിയിലുണ്ട്, 2 പേര് ബേബി മെമ്മോറിയൽ തൊടുപുഴയുണ്ട്, ഒരാൾ ഹോളി ഫാമിലി ഹോസ്പിറ്റലിലുണ്ട്. അങ്ങനെ 5 പേര് ആണിപ്പോൾ അഡ്മിഷനിലുള്ളത്. അതിന് ഒരാൾ ഒരു ഒബ്സർവേഷനിൽ നിൽക്കുന്നതാണ്. അവരോട് ഡോക്ടർ വേണമെങ്കിൽ വീട്ടിൽ പോയി റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട് ഒബ്സർവേഷൻ നിൽക്കുന്നതാണ്. ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വീഴ്ച നമ്മൾ 20 വർഷമായിട്ട് പ്രൊഫഷണൽ ടീമിനെ കൊണ്ടാണ് നമ്മൾ ഈ ഇത് ഗാലറി പ്രൊഫഷണലായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അഖില ഇന്ത്യ ടീമുകളൊക്കെ കളിക്കുന്ന വേദികളൊക്കെ ഒരുക്കുന്ന പ്രൊഫഷണൽ ടീമിനെ നമ്മൾ അന്വേഷിച്ചു. നമ്മൾ റെസ്ക്യൂ പ്രവർത്തനങ്ങളൊക്കെ വളരെ ആരോഗ്യരംഗത്തും ശുചിത്വ രംഗത്തും എല്ലാ മേഖലകളിലും നമ്മൾ ചാരിറ്റി രംഗത്തൊക്കെ പാലിറ്റീവ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നതുണ്ട്. റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് ട്രെയിനറായിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീഴ്ച പറ്റാതിരിക്കാൻ മാക്സിമം ഞങ്ങൾ ശ്രദ്ധിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. എല്ലാ ദിവസവും തന്നെ ചെക്കപ്പ് ഒക്കെ നടത്തി പോയിക്കൊണ്ടിരുന്നതാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഈ സമീപകാലത്തുള്ള മഴക്കെടുതി കൊണ്ട് ആണോ എന്നുള്ളൊരു സംശയത്തിലാണ് ഞങ്ങളുള്ളത്.